എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ തന്നെ ഒരു ഫ്ലാഷ് ബാക്ക് ആയിരിക്കും കാണിക്കുക. ഫ്ലാഷ് ബാക്കിൽ ഒരുപാട് പരിക്കുകളൊക്കെ പറ്റി കവാക്കി ആണെങ്കിൽ പതിയെ അങ്ങനെ നടന്നു വരികയാണ്. കവാക്കിയോടൊപ്പം ജീഗണും ഉണ്ട്. ജീഗണാണെങ്കിൽ അവൻ ആവശ്യമായിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്ത് അവനോടൊപ്പം നിൽക്കും. കവാക്കി ആണെങ്കിൽ ടെൻഷനിൽ ഇപ്പൊ നടന്ന് ഏതോ ഒരു ഭാഗത്തേക്ക് വരും. അപ്പോഴായിരിക്കും അവനെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരുത്തൻ അവരുടെ മുൻപിലേക്ക് വരിക. കവാക്കി ആണെങ്കിൽ അവനെ കണ്ട് പേടിച്ച് പുറകിലേക്ക് തെന്നിമാറും. അതിനവൻ പറയും, കവാക്കി നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് ഞാനാണ്. എനിക്കും ആ ഒരു വലിയ ഫൈറ്റില് ജീവനൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ എന്താ, എൻ്റെ കൈകൾക്ക് നല്ല രീതിയിൽ പരുക്ക് പറ്റി, എനിക്കെൻ്റെ കൈകൾ നഷ്ടമായി. പക്ഷെ കുഴപ്പമൊന്നുമില്ല, അവരെനിക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള 2 കൈകൾ ക്രിയേറ്റ് ചെയ്ത് തന്നു. കവാക്കി ആണെങ്കിൽ അവനെ കണ്ട് പേടിച്ച് നിൽക്കുകയാണ്. കവാക്കി അവനോട് ചോദിക്കും, അപ്പോ ആ ഒരു വലിയ ഫൈറ്റിൽ നീ മരിച്ചില്ലേ? അവനില്ലാന്ന് പറഞ്ഞ് അവന്റെ ആർട്ടിഫിഷ്യൽ കൈ അതുപയോഗിച്ച് കവാക്കിയുടെ കൈയും ബോഡിയൊക്കെ ചെക്ക് ചെയ്യാണ്. ഓ നോ, നിന്റെ ബോഡിയിൽ അത്രയും വലിയ അറ്റാക്ക് സംഭവിച്ചിട്ടും ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് അവൻ വണ്ടർ അടിച്ച് അവനെ തന്നെ നോക്കും. നമ്മളിപ്പോൾ ഉള്ളത് കാറയുടെ ഹൈഡൌട്ടിലാണ്. ഇന്നു മുതൽ നമ്മളെല്ലാവരും അവന്റെ ടീംമേറ്റ്സ് ആണ്. അത് കേട്ട് അവൻ ഷോക്കാവും. അയ്യോ ഇല്ല, എനിക്കിവിടെ പറ്റില്ല എന്ന് പറഞ്ഞ് അവൻ എക്സിറ്റ് നോക്കി ഓടും. അത് കണ്ട ഓപ്പോസിറ്റ് ഉള്ളവൻ ഇപ്പൊ അവനെ പിടിച്ചു വലിച്ച് അവന്റെ കഴുത്തിൽ കുത്തിപ്പിടിക്കുകയാണ്. അപ്പൊ ലോങ് ഷോട്ടിലായി കോച്ചിയും ഡോക്ടറും അവർ രണ്ടുപേരും ഈ കാഴ്ചയൊക്കെ കണ്ട് അങ്ങനെ അവരെ തന്നെ ശ്രദ്ധിച്ച് നോക്കി നിൽക്കുകയാണ്. ഇവിടെ ഓപ്പൺ ഗാറോ ആണെങ്കിൽ അവന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ച്, നിനക്കെന്താ വട്ടുണ്ടോ? നിനക്ക് ഈ പുതിയ ലൈഫ് തന്നത് കാരയാണ്. നിനക്ക് ആവശ്യമുള്ള എല്ലാം തന്നെ അവൻ നിനക്ക് തരും. നിന്റെ ഫാമിലി ലൈഫും ഫ്രണ്ട്സ് ലൈഫും അതൊക്കെ തന്നെ ഉപേക്ഷിച്ച് നീ ഇവിടെ നിന്നാ നിനക്ക് കിട്ടാൻ പോകുന്നത് നീ സ്വപ്നം പോലും കാണാത്ത ഒരു നല്ല ലൈഫാണ്. സോ ഒരു കാരണവശാലും ഞാൻ നിന്നെ ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അവൻ നല്ല ഫോഴ്സിൽ അവന്റെ കഴുത്തിൽ അമർത്തി പിടിച്ച് അവിടെ ലോക്ക് ചെയ്ത് നിർത്തും. കവാക്കി ആണെങ്കിൽ തീർത്ത് പറയും, എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് നിങ്ങളുടെ പവറും ണിച്ച് ലൈഫും അതൊന്നും വേണ്ട, എനിക്ക് ഇവിടുന്ന് പോയാൽ മതി എന്ന് പറയും. അതിന് ഗാറയാണെങ്കിൽ ഇപ്പൊ അവനെ തൂക്കിയെടുത്ത് വീണ്ടും ശക്തിയായിട്ട് അവന്റെ കഴുത്ത് ഞെരിക്കും. നിന്നെ ഞാൻ കൊല്ലില്ല, മറിച്ച് നിന്റെ ബോഡിയിൽ ഞാനിപ്പോ നല്ല രീതിയിൽ പരുക്ക് പറ്റിക്കാൻ പോവാണ്. ചില ലെസൺസ് അത് നീ പഠിച്ചാൽ മാത്രമേ നീ നന്നാവൂന്ന് പറഞ്ഞ് അവൻ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. അതേസമയം ഇവിടെ ഡോക്ടർ ആണെങ്കിൽ ഇപ്പൊ ടെൻഷനാവും. ആ ഗാറ അവൻ എന്തായി ചെയ്യണേ? ആക്ച്വലി അവന്റെ ബോഡിയിലുള്ള പരുക്കുകളൊന്നും തന്നെ ഇപ്പോഴും പ്രോപ്പറായിട്ട് ഹീൽ ആയിട്ടില്ല. അതിനു മുൻപേ അവന്റെ ബോഡിയെ ഒരുപാട് പുഷ് ചെയ്യാണ്. അടുത്ത നിമിഷം കൺട്രോൾ പോയ കവാക്കിയുടെ കയ്യില് ആ ഒരു കേഴ്സ് മാർക്ക് അത് സ്പ്രെഡ് ആവുകയാണ്. അവൻ അതുപയോഗിച്ച് കാറെ ആഞ്ഞൊരടി. ആ ഒരു അടിയിൽ കാറെ അങ്ങനെ തകർന്ന് നിലത്തേക്ക് വീഴുകയാണ്. കവാക്കി അവന്റെ കയ്യിലേക്ക് നോക്കും. അവൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേക തരത്തിലുള്ള കേഴ്സ് മാർക്ക്. അവൻ അതിലേക്ക് തന്നെ അത്ഭുതത്തോടു കൂടെ നോക്കി നിൽക്കും. ഇവിടെ ഡോക്ടർക്കാണെങ്കിൽ ആ കാഴ്ച കണ്ട് ഭയങ്കര സന്തോഷം. മറ്റൊരു ഭാഗത്ത് ജീഗൺ അവനാണെങ്കിൽ അവന്റെ ടീമിനുള്ള ആ പെണ്ണുമായിട്ട് ഫുഡ് കഴിക്കുകയാണ്. ലേഡിയിൽ ഡെൽറ്റ ആണെങ്കിൽ ഇപ്പൊ അവനോട് ചോദിക്കും, ആക്ച്വലി എനിക്കിപ്പോ പ്രോപ്പറായിട്ട് ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ വെസല് അതെപ്പോഴായിരിക്കും നമുക്ക് കിട്ടുക? അതുപോലെ തന്നെ കോജി അവനെ കാണാനും ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് ജീഗനാണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിന് ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? അവനൊരു മിഷൻ ഏറ്റെടുത്ത അത് ടൈം എടുത്ത് വളരെ പ്രോപ്പറായിട്ട് മാത്രമേ കംപ്ലീറ്റ് ചെയ്യൂ. അതുകൊണ്ട് തന്നെ നീ അവൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യണമെന്ന് പറയും. അതിന് ടെൻഷനായ ഡെൽറ്റ പെണ്ണ് അവൾ ആ ടേബിൾ തന്നെ ഇപ്പൊ ചവിട്ടി എറിയാണ്. എന്നെ കൊണ്ട് പറ്റില്ല ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ, എത്രയും വേഗം ആ വെസല് അതിവിടേക്ക് എത്തിക്കണം. ജീഗൺ ആണെങ്കിൽ ക്യാഷ്വലായിട്ട് അങ്ങനെ കൈനീട്ടി ഒരു ജിപ്സ് പ്രയോഗിക്കും. അടുത്ത നിമിഷം പുതിയ ടേബിളും ഫുഡും അവിടെ ക്രിയേറ്റ് ആവുകയാണ്. അവൻ അവളോട് പറയും, നീ വെറുതെ ടെൻഷനായിട്ട് യാതൊരു കാര്യവുമില്ല, വെസല് തീർച്ചയായിട്ടും നമുക്ക് തിരികെ കിട്ടും. നിനക്ക് പൂജയെ കാണണമെന്ന് അത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ അവനെ തേടി പോവാം. പക്ഷെ ഒരു കാര്യം, അവൻ പറയുന്ന കാര്യങ്ങൾ മാത്രമേ നീ ഫോളോ ചെയ്യാനായിട്ട് പാടുള്ളൂ. പിന്നെ അവളാണെങ്കിൽ ഹാപ്പി ആയിട്ട് ഇപ്പൊ പുറത്തേക്ക് പോവും. അപ്പൊ ലോങ് ഷോട്ടിലായി ആണെങ്കിൽ അവളെ ഫോളോ ചെയ്ത് അവളുടെ പിന്നാലെ പോവും. ഇവിടെ ഡോക്ടർ ജീഗന്റെ അടുത്തേക്ക് ചെന്ന് ആമുഡയെ കുറിച്ച് സംസാരിക്കും. ആമുഡ ഇപ്പോ കോച്ചിന്റെ അടുത്തേക്ക് പോയ വലിയ കുഴപ്പമാണ്. നമ്മുടെ പ്ലാൻ അത് തെറ്റാൻ ചാൻസ് ഉണ്ട്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഡെൽറ്റ അവളാണെങ്കിൽ ഇപ്പൊ ഗാറോട് അടുത്തേക്ക് വരും. അതിനുശേഷം അവനോട് പറയും, നമുക്ക് രണ്ടുപേർക്കും എത്രയും വേഗം ലാൻഡ് ഓഫ് ഫയറിലേക്ക് പോകണം. നമ്മുടെ വെസല് അത് നമ്മുടെ കൈ നഷ്ടപ്പെട്ടു പോയി, അത് തിരികെ പിടിക്കാനാണ് ഞാൻ നിന്റെ അടുത്തേക്ക് വന്നത്. അത് കേട്ട കാറോ അവനാണെങ്കിൽ ടെൻഷൻ ആവുകയാണ്. അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരാളെ കൊന്നു തള്ളി അവളോടൊപ്പം പോവും. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ആൾക്കാര് അവരാണെങ്കിൽ ഡെൽറ്റയെ തന്നെ നോക്കി നിൽക്കുകയാണ്. അവര് പതിയെ ഇപ്പൊ അവന്റെ അടുത്തേക്ക് വരും. ആൾക്കാരെല്ലാവരും
അവനെ അങ്ങനെ റൗണ്ട് ചെയ്ത് നിൽക്കുകയാണ്. മീറ്റ്സിക്ക് ആണെങ്കിൽ അവരെ ചെക്ക് ചെയ്യും. മീറ്റ്സിക്ക് ആണെങ്കിൽ കാര്യം പിടികിട്ടും. അവന്റെ പവർ എല്ലാം ഡ്രൈൻ ആയതുകൊണ്ട് അവൻ ബോധം കെട്ടു പോയതാണ്. അവന് വേറെ യാതൊരു കുഴപ്പമില്ല. ഒരുപക്ഷെ ഈ ചുറ്റുമുള്ള പപ്പറ്റ്സുകളെ എല്ലാം തന്നെ അവനായിരിക്കും നശിപ്പിച്ചിട്ടുണ്ടാവുക എന്ന് മീറ്റ്സിക പറയും. ഉടനെ അവര് അവന്റെ കയ്യിലേക്ക് സൂക്ഷിച്ചു നോക്കും. ബൊറൂട്ടോയുടെ കയ്യിലുണ്ടായിരുന്ന അതേ അടയാളം അത് അവന്റെ കയ്യിലും കാണുകയാണ്. ബൊറൂട്ടോ കൈ നീട്ടി അവനെ തൊടാനായിട്ട് ശ്രമിക്കും. പക്ഷെ അവനെ കൊണ്ട് കഴിയില്ല. ശക്തമായിട്ടൊരു വേദന അത് ബൊറൂട്ടോയ്ക്ക് അനുഭവപ്പെടും. ബൊറൂട്ടോയ്ക്ക് വേദന അനുഭവപ്പെടുന്ന അതേസമയം ഇപ്പൊ കവാക്കിക്കും നന്നായിട്ട് വേദന അനുഭവപ്പെടുകയാണ്. അവനാണെങ്കിൽ വേദനയിൽ ഞരങ്ങും. കവാക്കി ആണെങ്കിൽ പതിയെ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ്. ഫ്ലാഷ് ബാക്കിൽ ജീഗൻ കവാക്കിയുടെ പപ്പയുടെ അടുത്തേക്ക് വരും. കുഞ്ഞൻ കവാക്കി അവനാണെങ്കിൽ ജീഗനെ കാണുമ്പോൾ തന്നെ പേടിച്ച് വിറച്ച് ഒരു ഭാഗത്ത് പോയിട്ട് അങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. ജീഗൻ കവാക്കിയുടെ പപ്പയോട് പറയും, നിന്റെ മകൻ ഇന്നു മുതൽ എന്റേതാണ്. സോ നിനക്ക് ആവശ്യമുള്ളതെല്ലാം തന്നെ ഞാൻ നിനക്ക് തരാം. അതിന് കവാക്കിയുടെ പപ്പയാണെങ്കിൽ ഓക്കെ പറയും. ജീഗൻ ഹാപ്പിയായി കവാക്കിയുടെ അടുത്തേക്ക് വരും. ഞാനാണ് ഇന്നു മുതൽ നിന്റെ പപ്പ. സോ നീ ഇപ്പോൾ ഈ നിമിഷം എന്നോടൊപ്പം വരണം. അത് കേട്ട് കവാക്കി പേടിക്കും. കട്ട് ചെയ്ത് പ്രസന്റ് കാണിക്കും. കവാക്കി ആണെങ്കിൽ ടെൻഷനായിട്ട് വിളിച്ചു പറയാൻ തുടങ്ങും, തൊടാൻ പാടില്ല, എൻ്റെ അടുത്ത് നിന്ന് മാറി നിൽക്ക്. അത് കേട്ട് നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ടെൻഷനാവും. അടുത്ത നിമിഷം കവാക്കിയുടെ ബോഡിയിൽ നിന്ന് അൺലിമിറ്റഡ് പവർ അതങ്ങനെ പുറത്തേക്ക് വന്ന് അവൻ മുകളിലേക്ക് പോവാണ്. അവന്റെ പവറിന്റെ ഫോഴ്സിൽ നമ്മുടെ ആൾക്കാർ ദൂരേക്ക് തെറിച്ചു പോകും. അവൻ അങ്ങനെ ഫ്ലൈ ചെയ്യുന്നത് കണ്ട് നമ്മുടെ ആൾക്കാരാണെങ്കിൽ വണ്ടർ അടിച്ച് കവാക്കിയെ തന്നെ നോക്കും. അടുത്ത നിമിഷം കവാക്കി ആണെങ്കിൽ കണ്ണു തുറന്ന് ഇപ്പൊ ടെററായിട്ട് അങ്ങനെ ലാൻഡ് ചെയ്ത് നമ്മുടെ ആൾക്കാരെ നോക്കും. സത്യം പറയും, നിങ്ങളൊക്കെ ആരാ? നിങ്ങളും ആ കാറ ടീമിൽ ഉള്ളവരാണോ? അതിന് കൊനഹമാരു പറയും, അല്ല, ഞങ്ങൾ ഹിഡൻ ലീഫ് വില്ലേജിലെ ഷിനോബികളാണ്. നിന്നെ അറ്റാക്ക് ചെയ്യാനല്ല ഞങ്ങൾ ഇവിടേക്ക് വന്നത്. പക്ഷെ കവാക്കിക്കാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും വിശ്വാസമാവാതെ അവൻ അങ്ങനെ എല്ലാവരെയും മാറി മാറി നോക്കും. അതേസമയം ലോങ് ഷോട്ടില് കോജിക് വില്ലൻ അവനാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കണ്ട് അങ്ങനെ ഹായ് ആയിട്ട് നിൽക്കും. അടുത്ത നിമിഷം അവന്റെ അടുത്തേക്ക് ആ ഡെൽറ്റ പെണ്ണു വരികയാണ്. അവളെ കണ്ട് അവനൊന്ന് ഞെട്ടും. അതിനവള് പറയും, ടെൻഷൻ ആവേണ്ട കാര്യമില്ല, ജീഗനാണ് എന്നെ ഇവിടേക്ക് അയച്ചത്. ആ കവാക്കി ആണെങ്കിൽ ഓൾറെഡി കോൺഷ്യസ് ആയല്ലോ, പിന്നെന്തിനാ നീ ദൂരേക്ക് മാറി നിൽക്കണേ? മാത്രമല്ല നിന്റെ കൂടെ ഉണ്ടായിരുന്ന അവൻ എവിടെ? അതിനവനാണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, ഔവിനെ ഞാൻ കൊന്നു തള്ളി. അത് കേട്ട് അവൾ ഞെട്ടുകയാണ്. അവൾ അല്പസമയം കാര്യമായിട്ട് എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കും. അതിനുശേഷം അവനോട് പറയും, ഞാൻ ഒറ്റയ്ക്കല്ല, എന്നോടൊപ്പം കാര അവനും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അത് കേട്ട് അവനാണെങ്കിൽ ഡബിൾ ഷോക്ക്. ഓ നോ, ആ മണ്ടനുമായിട്ടാണോ നീ ഇവിടേക്ക് വന്നതെന്ന് അവൻ ചോദിക്കും. അതേസമയം ഇവിടെ കൊനഹമാരു അവൻ പറയും, ആക്ച്വലി ഞങ്ങൾ എല്ലാവരും ലീഫ് വില്ലേജിലെ ഷിനോബികളാണ്. ആ ഒരു വലിയ എയർഷിപ്പിനെ കുറിച്ച് അറിഞ്ഞ് ഞങ്ങൾ ഇവിടേക്ക് വന്നതാണ്. അതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന സമയത്താണ് ആ പപ്പടുകളെയും അതിൻ്റെ അടുത്തായിട്ട് നിന്നെ കാണാൻ സാധിച്ചത്. ഞങ്ങൾ ആക്ച്വലി നിന്നെ ആക്രമിക്കാൻ വന്നവരല്ല. കവാക്കി ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, എനിക്കൊന്നും കേൾക്കണ്ട, എത്രയും വേഗം നിങ്ങൾ ഇവിടം വിട്ട് പോകണം. അതിന് കൊനഹമാര് പറയും, ഞങ്ങൾക്കിപ്പോൾ ആവശ്യം നിന്നെയാണ്, നീയുമായിട്ട് മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് കടന്നു പോകുന്നു പറയും. കവാക്കി അതിന് സമ്മതിക്കാതെ അവിടുന്ന് മൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ബൊറൂട്ടോ അവന്റെ കൈ നീട്ടി കാണിക്കുകയാണ്. അവനാണെങ്കിൽ ബൊറൂട്ടോയുടെ കൈ കണ്ട് ഞെട്ടി ബൊറൂട്ടോയുടെ അടുത്തേക്ക് വരും. ഈ കർമ്മ പവർ അത് നിനക്കും ഉണ്ടോ? നിനക്കെങ്ങനെ ഈ പവർ കിട്ടി? എനിക്ക് ഉറപ്പുണ്ട് നീ തീർച്ചയായിട്ടും ആ കാറയുടെ ട്രാക്കർ തന്നെയാണ്. അതിന് ബൊറൂട്ടോ ആണെങ്കിൽ അടിച്ചു പറയും, അയ്യോ അല്ല, സത്യം, ഞങ്ങൾക്ക് സത്യമായിട്ട് ഈ പവറിനെ കുറിച്ച് ഒന്നും അറിയില്ല. നിനക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാമെങ്കിൽ ഞങ്ങളോട് പറയണം. അതേസമയം അവർ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് ഡെൽറ്റ പെണ്ണ് അവളും ഷോക്കായി ബൊറൂട്ടോയുടെ കയ്യിലേക്ക് തന്നെ നോക്കും. അവന്റെ കയ്യിലും അതേ കർമ്മ പവർ. അടുത്ത നിമിഷം അവരെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ ഗാറോ അവൻ അവിടേക്ക് ചാടി വീഴും. അവൻ നമ്മുടെ ആൾക്കാരോട് പറയും, കവാക്കി അവൻ എന്റെ വെസലാണ്, ലീഫ് വില്ലേജിലെ ഷിനോബികൾക്ക് ജീവൻ വേണമെങ്കിൽ ഇവിടുന്ന് ഓടി രക്ഷപ്പെട്. ഇവൻ എന്റെ വെസലാണെന്ന് പറഞ്ഞ് അവനിപ്പോ കവാക്കിയുടെ അടുത്തേക്ക് വരും. കവാക്കിക്കാണെങ്കിൽ അത് കേട്ട് കൺട്രോൾ പോവും. നിനക്കെത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ ഒരു ടൂളായിട്ട് ഉപയോഗിക്കും. ഓൾറെഡി നിന്റെ മുഖം ഞാൻ തകർത്ത് കളഞ്ഞതാണ്. ഇനി എന്റെ അടുത്തേക്ക് വന്നാൽ നിന്നെ പൂർണ്ണമായിട്ടും ഞാൻ ഇല്ലാതാക്കും. ഇവിടെ നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ അത് വിശ്വസിക്കാൻ കഴിയില്ല. അവര് വെസലായിട്ട് കരുതി ആ എയർഷിപ്പിൽ കൊണ്ടുവന്നത് അത് മറ്റാരുമല്ല, സാക്ഷാൽ കവാക്കിയെയാണ്. അടുത്ത നിമിഷം ഗാറോയും കവാക്കിയും അവർ രണ്ടുപേരും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് പരസ്പരം ഫൈറ്റ് ചെയ്യുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.